നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അമലുൽ മൗലിദിനെ നല്ലതായി കണ്ട പണ്ഡിതന്മാർ ആരൊക്കെയാണ് പണ്ഡിതന്മാർ? ഇവരെയൊക്കെ തള്ളിക്കൊണ്ട് ഈ കൊണ്ടോട്ടിയിലും അങ്ങാടിയിലും തെരുപ്രസംഗം നടത്തുന്ന ഇങ്ങനത്തെ വിഡ്ഢികളെ നമ്മൾ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഉലമാഇന്റെ വാക്ക്, ജനങ്ങൾ മുസ്ലിമീങ്ങൾ നല്ലതായി കാണുന്ന കാര്യം അള്ളാഹുവിന്റെ അടുത്ത് നന്മയാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ആ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥമായ ഉലമാക്കളും അത്ഖിയാക്കളുമാണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. മൗലൂദ് കഴിക്കാൻ പറഞ്ഞ ആളുകൾ ആരൊക്കെ? അമലുൽ മൗലൂദിനെ അംഗീകരിച്ച ആളുകൾ അൽ ഹാഫിൽ ജലാലുദ്ദീൻ അസ്സുയൂത്തി, അൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അൽ ഹാഫിൽ സഖാവി, ശിഹാബുദ്ദീൻ അൽ ഖസ്തലാനി, അൽ ഹാഫിൽ അൽ ഇറാഖി, ശൈഖ് അസ്ഖലാനി ഇമാമിന്റെ ഉസ്താദാണ് അൽ ഹാഫിൽ അൽ ഇറാഖി, അൽ ഇമാം അബൂ ശാമ, ഇമാം നൗബി തങ്ങളുടെ ഉസ്താദ്, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ എല്ലാ ഉലമാക്കളും അമലുൽ മൗലിദ് പറ്റുമെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആളാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിനെതിർത്ത ആളുകളോ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഷെയ്ഖ് ഫൗസാൻ, സൗദിയിലെ പണ്ഡിതൻ, അല്ലെങ്കിൽ ഇബ്നു ഉസൈമീൻ, അല്ലെങ്കിൽ ഇബ്നു ബാസ്, അലിയുൽ ഖാമിദി, അല്ലെങ്കിൽ അബ്ദുൽ അസീസ് ആലി ഷെയ്ഖ്, ഇങ്ങനെയുള്ള വൈപിയച്ചവരും പിയപ്പിക്കുന്നവരുമായ പണ്ഡിതന്മാരെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അല്ലെങ്കിൽ ഹുഫാദുകളിൽപ്പെട്ട 100,000 അല്ലെങ്കിൽ 4,00,000 എന്ന അഭിപ്രായമുണ്ട്. ഹദീസുകൾ സനദും മത്നും ഹിഫ്ള് പഠിച്ച ഹുഫാദിങ്ങളിൽപ്പെട്ട അൽ ഹാഫിദ് സുയൂത്തിയെ പോലെ, അൽ ഹാഫിദ് സഖാവിയെ പോലെ, അൽ ഹാഫിദ് ഇറാഖിയെ പോലെ ഉള്ള മഹാന്മാരായ ആളുകൾ പറയുന്നതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അല്ലാതെ ഇവിടെയുള്ളതായ ജനങ്ങളെ വസ്വാസാക്കുകയും ജനങ്ങൾക്ക് മൊത്തം കുഫർ ആരോപിക്കുകയും വിശ്വാസികളെ കൂട്ടക്കശാപ്പ് നടത്തുകയും ചെയ്ത ഇവർക്ക് ഇത് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇവരെ കിട്ടുന്ന സമയത്ത് എന്താ ചെയ്തത്? വിശ്വാസികളെ കൊല്ലുക, വിശ്വാസികളെ വധിക്കുക, അവരുടെ അഭിമാനത്തെയും അവരുടെ രക്തത്തെയും ചോദ്യം ചെയ്യുക. അവരെയാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ പറയാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ട അവരെയാണെന്നാ. നിങ്ങളെ ഷെയ്ഖ് ഫൗസാനെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ ഗ്രാൻഡ് മുഫ്തിമാരായ ഈ വൈബിയച്ച് ആളുകളെ ഞങ്ങൾ സ്വീകരിക്കണോ? അല്ലെങ്കിൽ ലോകം മുഴുക്ക വിജ്ഞാനം കൊണ്ട് നിറച്ച അതുല്യരായ പണ്ഡിത കേസരികൾ, സർവലോകത്തും വാഴ്ത്തപ്പെട്ട ഇമാമുന സുയൂത്തിയെ പോലെയും സഹാബിയെ പോലെയും അബൂശാമയെയും പോലുള്ള മഹാജ്ഞാനികളെയാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? ഞങ്ങൾ ഇവരെ സ്വീകരിക്കും. ഇവര് നല്ലതാണെന്ന് കണ്ടതിനെ അള്ളാഹുവിന്റെ അടുത്ത് നല്ല കാര്യമാണെന്ന് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? മഹാനായ അൽ ഹാഫിദ് അബൂ ശാമ മറ്റൊരു സ്ഥലത്ത് ഉദ്ധരിക്കുന്നുണ്ട്, ഉലമാക്കളുടെ ഇത്തിഫാഖ് വഅമ്മ ഇത്തിഫാഖുൽ ഉലമാഇ ഫനഖലഹു അൽ ഇമാം അൽ ഹാഫിദ് അബൂ ശാമ അൽ മഖ്ദിസി ഫി കിതാബിഹി അൽ ബാഇസ് വലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്. അബൂ ശാമ പണ്ഡിതന്മാരുടെ ഇത്തിഫാഖിനെ ഉദ്ധരിക്കുന്നുണ്ട്. ഫഖാല, മഹാനവർകൾ പറയുന്നു, ഫൽ ബിദ്അഉൽ ഹസനതു, നല്ല ബിദ്അത്ത്, മുത്തഫഖുൻ അലാ ജവാസി ഫിഅലിഹാ, അത് പ്രവർത്തിക്കൽ അനുവദനീയമാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. അതിന് വഹാബി ഓഫീസ് എന്നുള്ള ആ വിവരദോഷികളായ ആളുകളുടെ ഏകോപനമൊന്നും ആവശ്യമല്ല. അത് ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പണ്ഡിതന്മാർ ഏകോപിച്ചു എന്ന് മാത്രമല്ല, വൽ ഇസ്തിഹ്ബാബി ലഹാ, അതിന് ഏറ്റവും സൽപ്രവർത്തിയായ സുന്നത്തായ പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ എണ്ണണമെന്നതിലും പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. ആ ബിദ്അത്ത് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഒരു ബിദ്അത്ത് പറഞ്ഞ് നമ്മളെ പരിഹസിക്കണില്ലേ? എന്താ ഉലമാ പറയണത്? എന്താ? ആ ബിദ്അത്ത് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നിയ്യത്ത് നന്നാക്കിയവന് കൂലിയുണ്ട് എന്നും സുന്നത്തിന്റെ ഗണത്തിൽപ്പെടുത്താമെന്നും അത് പ്രവർത്തിക്കാമെന്നുമുള്ള കാര്യത്തിൽ പണ്ഡിത ലോകത്തിന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് ഇമാം നവവിയുടെ ഉസ്താദാകുന്ന അബൂ ശാമ റളിയല്ലാഹു അൻഹു വിശദീകരിക്കാണ്. ഇതാണ് ഇവരുടെ വാദത്തിന്റെ അടിത്തറ. മഹാനവറുകൾ എന്നിട്ട് മഹാനവറുകൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഇവര് റബീഉൽ അവ്വലാകുന്ന സമയത്ത് വിശ്വാസികളെ പഴപ്പിക്കാൻ ഈ സുബഹിക്ക് ഒരു തരം കുറുക്കൻ ഓരിയിട്ട ഭ്രാന്ത് പോലെ ഇവർ ഇറങ്ങണില്ലേ? അബൂശാമ ഈ അബൂശാമയെയും നവവി ഇമാമിന്റെ ഉസ്താദിനെയും ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയെയും ഇമാം സുയൂത്തിയെയും ഇമാം സഖാവിയൊക്കെ തള്ളിയിട്ട് ഈ ജാഹിലുകളെ സ്വീകരിക്കാൻ നടക്കുന്ന ഒരു അവസ്ഥ, അതിനെ ഓർത്ത് പരിതപിക്കുക എന്നല്ലാതെ നമുക്കെന്താണ് സാധിക്കുക? എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മിൻ ഹാദൽ ഖബീൽ,
ഭാഗത്തുകൂടി ഏത് സുന്നത്തായി ഗണിക്കപ്പെടുന്ന ഗുണം ലഭിക്കുന്ന, കൂലി ലഭിക്കുന്ന, അത് പ്രവർത്തിക്കൽ അനുവദനീയമാണ്, പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞതായ ഈ നല്ല പ്രവർത്തി, പുതുതായി ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് ഇർബിൽ ദേശത്ത് പ്രവർത്തിക്കപ്പെടുന്നതായ കാര്യം എന്തെന്നറിയല്ലേ? കുല്ലാമിൻ, എല്ലാ കൊല്ലവും ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമിൽ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 നബി തങ്ങൾ ജനിച്ച ആ ദിവസത്തിനോട് യോജിച്ച ദിവസത്തിൽ അവർ പ്രവർത്തിക്കണം. എന്താണെന്നറിയോ? മിനസ് സ്വദഖാതി വൽ മഅറൂഫി വഇൽഹാരി സീനത്തി. നിങ്ങൾ വഇൽഹാരി സീനത്ത്, ഭംഗി പ്രകടിപ്പിക്കുക, ലൈറ്റുകളും മച്ചൊക്കെ വെച്ചുകൊണ്ട് ഭംഗി ലൈറ്റുകൾ വെക്കലൊന്നും വിധേയത്തല്ല, അതൊക്കെ പൂർവികരായ ആളുകളുടെ ശീലാണ്. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒരുമിച്ച് കൂടി മുഅ്മിനീങ്ങളാണ് ഇവർ. ഇവരുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനേക്കാളും മുകളിൽ മറ്റൊന്നുമില്ല. ഇവരുടെ ഹൃദയത്തിൽ ഒരു വഹാബിസത്തിന്റെയോ വൈകേടിന്റെയോ ഒരു അണുമണി തൂക്കവും ബാധിച്ചിട്ടില്ല. അത് ബാധിക്കുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. ബാധിച്ചവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയും ചെയ്യട്ടെ. മേൽ പറയപ്പെട്ടതോടുകൂടി ഫുഖറാക്കൾക്കൊക്കെ ഈസാൻ ചെയ്യലൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഈ സംഗതികളൊക്കെ, ഈ പ്രവർത്തികൾ മുശ്ഇറുൻ, അതൊക്കെ അറിയിക്കുന്നുണ്ട് ബിമഹബ്ബത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലിഹി. അത് പ്രവർത്തിക്കുന്നവന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത്, അങ്ങേയറ്റത്തെ സ്നേഹം, ബഹുമാനം അതുണ്ട്. അല്ലാണ്ട് ഇത് വിദേഹത്തെ അറിയിക്കണമെന്നല്ല. അബൂ ശാമ റളിയല്ലാഹു അൻഹു ഇമാം നവവിയുടെ ഉസ്താദ് വിശദീകരിക്കാണ്. പിന്നെയല്ലേ ഇവിടെ കൊണ്ടോട്ടിയും മറ്റൊക്കെയുള്ള വിവരദോഷികളായ ആളുകൾ റബീഉൽ അവ്വലിന് പറയുന്നത് ആരാണ് പരിഗണിക്കുക? ഈ വൈബി വെച്ച കൂട്ടരെ അല്ലാഹുവിന്റെ ശർറിനെ തൊട്ട് നമ്മളെയും നമ്മൾ അഹ്ലുകാരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് അറിയിക്കുന്നുണ്ട്. വശുക്റുൽ ലില്ലാഹി സുബ്ഹാനഹു വ തആല അലാ മാ മന്ന ബിഹി മിനൽ ഈജാദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലദി അർസലഹു റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു റഹ്മത്തുൽ ലിൽ ആലമീനായി കൊണ്ട് തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നതിന് അല്ലാഹുവിനോട് ശുക്ർ പറയലുമുണ്ട്.